CPIM കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം പുരോഗമിക്കുകയാണ്. സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ച നടന്നു. പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ, പ്രതിസന്ധികൾ എന്നീ വിഷയങ്ങളും ചർച്ച ചെയ്തതായി CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ പറഞ്ഞു. വളരെ ആരോഗ്യപരമായ അഭിപ്രായങ്ങളും വിമർശനങ്ങളും സ്വവിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിമർശനങ്ങളുമെല്ലാം സമ്മേളനത്തിൽ ഉയർന്നുണ്ട്. പാർട്ടി ഇന്ന് നേരിടുന്ന പ്രയാസങ്ങൾ, വെല്ലുവിളികൾ, പ്രതിസന്ധികൾ ഇതിനെ സംബന്ധിച്ചെല്ലാം സഖാക്കൾ കൃത്യമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും ഇതിനെ മുറിച്ചു കടക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിപാടികളെ സംബന്ധിച്ചും സഖാക്കൾക്കുള്ള സുവ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരോഗ്യപരമായി ഏറ്റവും സുശക്തമായി മുന്നോട്ട് പോകുന്നതിനാവശ്യമായിട്ടുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് സഖാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇനി വൈകുന്നേരം അവരുടെ ചർച്ചകൾക്ക് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും മറുപടി പറയും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. സനോജ്, ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പ്രമേയം പാസ്സാക്കിയാണ്. ഗ്രീൻഫീൽഡ് വിമാനത്താവളം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം. ഒപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ പാർട്ടി നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച നടന്നതായും അല്പം മുമ്പ് ജില്ലാ സെക്രട്ടറി AV റസൽ പറയുകയുണ്ടായി. ചർച്ച ഇന്ന് പൂർത്തിയാകും. നാളെ പുതിയ ഭാരവാഹികളെ അടക്കം തെരഞ്ഞെടുക്കുകയും ചെയ്യും. സനോജ്. തീർച്ചയായിട്ടും സിജു, 3 ദിവസങ്ങളായി നടക്കുന്ന CPMൻ്റെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പൊതുചർച്ചയും ഗ്രൂപ്പ് ചർച്ചയും പൂർത്തിയായി എന്നുള്ളതാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള AV റസൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഗ്രൂപ്പ് ചർച്ച 3 മണിക്കൂർ നീണ്ടു നിന്നു. അതിനെ തുടർന്ന് പൊതുചർച്ചയുണ്ടായി. ആ പൊതുചർച്ചയും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. വിവിധ വിഷയങ്ങളിൽ ചർച്ചകളുണ്ടായി. പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ചയായിട്ടുണ്ട്. സ്വയം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ, പ്രതിസന്ധികൾ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ആരോഗ്യകരമായ നിർദ്ദേശങ്ങൾ പാർട്ടി പ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ചർച്ചയിലൂടെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകുന്നതിനെക്കുറിച്ചുള്ള ആലോചിക്കുന്നതിന് വേണ്ടിയുള്ള ജില്ലാ കമ്മിറ്റി യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം വീണ്ടും സമ്മേളനം ആരംഭിക്കും. അപ്പോൾ ഈ ചർച്ചകളിൽ ഉണ്ടായിട്ടുള്ള അതിന് മറുപടിയാണ് അടുത്ത സെക്ഷനിൽ നടക്കുക. പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചർച്ചയ്ക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി AV റസൽ തന്നെയാവും മറുപടി പറയുക. സംഘടനാ റിപ്പോർട്ടിന്മേലുണ്ടായിട്ടുള്ള ചർച്ചയ്ക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളോ ആയിരിക്കും മറുപടി പറയുക. മന്ത്രിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാത് വ്യക്തികൾ തന്നെ ഈ വേദിയിലുണ്ടെങ്കിൽ അവർ അതിനുള്ള മറുപടിയും പറയും. എന്തായാലും സമ്മേളനത്തിൻ്റെ 2 ദിവസം പ്രതിനിധി സമ്മേളനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ചർച്ചയ്ക്ക് മേലുള്ള മറുപടിക്ക് ശേഷം നാളെയാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റികൾ ചേരുക. അതായത് പുതിയ ജില്ലാ സെക്രട്ടറിയെയും അടുത്ത 3 വർഷക്കാലം സംഘടനയെ നയിക്കേണ്ട ജില്ലാ കമ്മിറ്റിയെയും നാളെ തിരഞ്ഞെടുക്കും. ഈ സമ്മേളനത്തിലുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയപ്പെടുന്നത് വിവിധ വിഷയങ്ങളിൽ ഈ സമ്മേളനത്തിൽ പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയപ്പെടുന്നത് അങ്കമാലി ശബരി റെയിൽപാത തീർത്ഥാടകർക്ക് വലിയ ആശ്വാസകരമാകുന്ന പദ്ധതിയെ സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ പതിറ്റാണ്ടുകൾ മുമ്പ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അതിനോട് തികഞ്ഞ അവഗണനയാണ് കേന്ദ്ര സർക്കാർ പുലർത്തുന്നത്. ആ അവഗണന ഒഴിവാക്കണമെന്നുള്ളതാണ് ഒരു പ്രമേയത്തിലൂടെ പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റബ്ബർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ റബ്ബർ കർഷകർക്ക് സംസ്ഥാന സർക്കാർ സബ്സിഡി നൽകുമ്പോൾ മതിയായ ജീവനക്കാരെ നിയോഗിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സബ്സിഡി കൃത്യമായി വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ സബ്സിഡിയുടെ കാര്യത്തിൽ ഒരു തറവില പ്രഖ്യാപിച്ചുകൊണ്ട് റബ്ബർ കർഷകരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള സഹായകരമായ കാര്യങ്ങൾ ഉണ്ടാവണമെന്നുള്ളതാണ്. അതുപോലെ വിവിധ വിഷയങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളോട് കേന്ദ്രം പുലർത്തുന്ന സമീപനവും കേരളത്തോട് പുലർത്തുന്ന ചിറ്റമ്മ നയവും അവസാനിപ്പിച്ചുകൊണ്ട് കേന്ദ്ര അവഗണനം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് മറ്റൊരു പ്രമേയമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മറ്റൊരു പ്രമേയവും സമ്മേളനത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. എന്തായാലും 4 പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. ഇനിയും 9ഓളം പ്രമേയങ്ങൾ വിവിധ വിഷയങ്ങളിൽ അവതരിപ്പിക്കാനുണ്ട് എന്നും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള K അനിൽകുമാറും വ്യക്തമാക്കി. എന്തായാലും സമ്മേളനം അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നാളെ ഉച്ചയോടുകൂടി പ്രതിനിധി സമ്മേളനം പൂർത്തിയാക്കി വരുന്ന 3 വർഷക്കാലത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. അതിനുശേഷമാണ് ചുവപ്പ് സേന മാർച്ചും ഒപ്പം തന്നെ പ്രകടനവും നടക്കുക. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സിജു. ശരി, സനോജ് സുരേന്ദ്രനാണ് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നാളെ സമ്മേളനം അവസാനിക്ക് പുതിയ ജില്ലാ സെക്രട്ടറിയും പുതിയ ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കുകയും ചെയ്യും.